വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻട്രാഡേ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതിന് SL വെക്കുന്നത് എങ്ങനെയാണ്, ടാർഗറ്റ് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻട്രാഡേ എന്താണെന്ന് നോക്കിയാലോ. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് അന്നത്തെ ദിവസം തന്നെ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡ്സ് എല്ലാം ലിവറേജ്ഡ് ആണ്. അതായത് നമ്മുടെ ബ്രോക്കർ നമുക്കൊരു 5 ഇരട്ടി എമൗണ്ട് നമുക്ക് കടമായിട്ട് തരുന്നു. അതായത് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കർ ഒരു 500 രൂപയുടെ ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്നും നമുക്ക് തരുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് സെൽ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. സെൽ സൈഡ് എന്ന് വെച്ചാൽ അതായത് ഒരു സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോകുമെന്നാണ് നമ്മുടെ വ്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ ആ സ്റ്റോക്ക് താഴേക്ക് പോകുന്നത് അത്രയും രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് അവിടെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് സെൽ സൈഡ് പോകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിലെ മേജറായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ആ ട്രേഡിൽ നിന്നും അന്നത്തെ ദിവസം തന്നെ എക്സിറ്റ് ആവണം എന്നുള്ളതാണ്. അതായത് നമുക്കന്ന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നമ്മൾ നോർമൽ ഒരു ഡെലിവറി ട്രേഡ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ട്രേഡ് എത്ര വർഷം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് നമ്മൾ ലോസിലായാലും നമുക്ക് 1, 2, 3, 4 ദിവസം വരെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ വർഷങ്ങളോളം ഹോൾഡ് ചെയ്ത് അത് എപ്പോഴാണോ പ്രോഫിറ്റ് ആവുന്നത് ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് എക്സിറ്റ് ആയിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇൻട്രാഡേ ട്രേഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്നും എക്സിറ്റ് ആവേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഓർഡേഴ്സ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് ഞാൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണിച്ചു തരാം. നമുക്കപ്പോൾ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഞാനിപ്പം ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗ്രോ ആപ്പിൽ തന്നെയാണ് ഞാൻ ഇതും കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഏത് സ്റ്റോക്കാണോ ഇൻട്രാഡേക്കായിട്ട് ചൂസ് ചെയ്യുന്നത് അത് നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇതിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ബൈയും സെല്ലും ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ബൈ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നോർമലി നമ്മൾ നോക്കിയത് ഡെലിവറി ഓർഡേഴ്സ് ആയിരുന്നു. ഇവിടെ ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാനിവിടെ ഇൻട്രാഡേ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി എത്ര സ്റ്റോക്കാണോ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിനായിട്ട് എടുക്കേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 എന്നാണ് കൊടുത്തത്. ഒരു ട്രേഡാണ് ഞാനിവിടെ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. നമ്മൾ നേരത്തെ നോക്കിയതുമായിട്ട് ഒരു വ്യത്യാസം കാണുന്നത് ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ ആഡ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നു. എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മളൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആ ഒരു ട്രേഡിൽ നമ്മളൊരു എൻട്രി പോയിന്റിൽ നിന്നും കുറച്ച് പോയിന്റ് താഴേക്ക്, അതായത് ഇപ്പോൾ 670 ആണ് ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് വിചാരിച്ചു. ടാറ്റ മോട്ടോഴ്സ് 670 ആണ്. നമ്മളത് 665 വരെ ഒരു 5 രൂപ താഴ്ന്ന വരെ നമുക്കതിൽ ട്രേഡിന് എൻട്രി ചെയ്തിരിക്കുന്നുള്ളൂ. അതായത് താഴേക്ക് കൂടുതൽ പോവാതെ നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ നമ്മൾ അതിന് യൂസ് ചെയ്ത എമൗണ്ട് സേവ് ചെയ്യുന്നൊരു രീതിയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത്. നമ്മുടെ ലോസിനെ കുറയ്ക്കുക, അതാണ് സ്റ്റോപ്പ് ലോസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അത് നമ്മൾ ചാർട്ട് നോക്കിയിട്ടൊക്കെയാണ് സാധാരണ എടുക്കാറുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 665 എന്നുള്ളൊരു എമൗണ്ടാണ്. ഞാനൊരു 5 രൂപ കുറച്ച് 5 രൂപ താഴേക്ക് എനിക്കതിൽ ലോസ്, അതായത് ഒരു സ്റ്റോക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 5 രൂപ കൂടുതൽ ലോസ് അതിൽ സഹിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. നിങ്ങളുടെ എത്രയാണോ എമൗണ്ട് നിങ്ങൾക്കതിൽ സഹിക്കാനായിട്ട് പറ്റുന്നത് ആ ഒരു എമൗണ്ട് ആണ് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 665 രൂപ വെച്ചിട്ടുണ്ട്. 665 രൂപയിലേക്ക് നമ്മളിപ്പം 670 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് വാങ്ങിയിട്ട് 665 രൂപയിൽ താഴേക്ക് സ്റ്റോക്ക് പോവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ആ ട്രേഡ് അവിടെ എൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ ഒരു 5 രൂപയുടെ ലോസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് പ്രൊസീജിയർ വരുന്നത്. പിന്നീട് ഇവിടെ ലിമിറ്റ് ഓർഡർ കൊടുക്കുക. ലിമിറ്റ് ഓർഡർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 600, ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴത്തേക്കുള്ള പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും നമുക്കിവിടെ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ആ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സെൽ ഓർഡറും നമുക്കവിടെ ആക്റ്റീവ് ആകത്തുള്ളൂ. നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഓപ്പൺ ഓർഡറായിട്ട് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ കിടപ്പുണ്ട്. 669 എത്തുമ്പോൾ മാത്രമേ ഈ ഒരു ഓർഡർ പ്ലേസ് ആവുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓർഡറിലൊന്ന് ഇട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ മോഡിഫൈ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓർഡേഴ്സിൽ പോയിട്ട് മോഡിഫൈ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഓർഡർ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നതാണ്. ഞാനിത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ മാർക്കറ്റ് ഓർഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഓർഡറിലേക്ക് ഇട്ടിട്ട് ഞാനത് മോഡിഫൈ ബൈ എന്നുള്ള കൊടുക്കാം. ഈ ഒരു ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പം എൻ്റെ പൊസിഷനിലേക്ക് വന്ന് കിടപ്പുണ്ട്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ നമ്മുടെ പൊസിഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. അതായത് അവിടെ ആയിരിക്കും അതിൻ്റെ എത്ര രൂപ മുകളിലേക്ക് പോയി താഴേക്ക് പോയെന്ന് കാണിക്കുന്നത്. ഇവിടെ ടോട്ടൽ റിട്ടേൺ എന്നുള്ളതെടുത്ത് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ 10 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ 10 എന്ന് കാണിക്കും. ഇവിടെ വേരിയേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എത്ര രൂപയാണോ നമ്മൾ വാങ്ങിയ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ളത് അതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓർഡേഴ്സിലേക്കൊന്ന് പോകാം. ഓർഡേഴ്സിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെൽ SL എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ആയി കിടക്കുന്നു. കണ്ടില്ലേ, ഇൻട്രാഡേ ഓർഡർ എന്ന് അവിടെ അത് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് 665 എന്നാണ് കാണിക്കുന്നത്. 665 എത്തുമ്പോഴാണ് ആ ഒരു സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. സെല്ലെന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡറാണ്. നമ്മുടെ ലോസ് കട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ താഴേക്ക് ആ സ്റ്റോക്ക് നമ്മൾ പോകുന്നവരെ നമ്മളതിൽ വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഓർഡറാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി പൊസിഷനിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് ടാർജറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടാർജറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 670 രൂപയിൽ നമ്മൾ എൻട്രി എടുത്ത് ഈ ഒരു സ്റ്റോക്കിൽ 680 നമ്മൾ ടാർജറ്റ് എടുത്തതെന്ന് വിചാരിക്കുക. ഒരു സ്റ്റോക്കിൽ 10 രൂപയാണ് നമ്മൾ ടാർജറ്റ് വെക്കുന്നത്. 10 രൂപ പ്രോഫിറ്റാണ് നമ്മൾ ടാർജറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് എക്സിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരും. ക്വാണ്ടിറ്റി നമ്മൾ ഒന്നാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വേറെ ഒന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഓർഡറിൽ കൊടുത്താൽ ഇപ്പോഴെത്രയാണോ മാർക്കറ്റ് ഓർഡർ അതിൽ പ്ലേസ് ആയി പോകുന്നതാണ്. നമ്മളത് മാറ്റിയിട്ട് ഞാനിവിടെ 680 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട് 680 എന്ന് കൊടുത്തിട്ട് സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പം ടാറ്റ മോട്ടോഴ്സിന് 2 ഓർഡേഴ്സാണ് ഇവിടെ പ്ലേസ് ആയിരിക്കുന്നത്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ 680 സെൽ ഓർഡർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർജറ്റ് ഇട്ടിരിക്കുന്ന സെൽ ഓർഡറാണ് ഈ കാണുന്നത്. അതിന് മുകളിൽ SL ഓർഡർ നമുക്കിവിടെ സെൽ SL എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ലോസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ആവാനായിട്ടുള്ള ഒരു ഓർഡറാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്കൊരു ഇൻട്രാഡേ പ്ലേസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇൻട്രാഡേക്ക് എൻട്രി എടുക്കുന്നതും അതിൻ്റെ അകത്ത് ഓർഡർ SL ഓർഡർ വെക്കുന്നതും ടാർജറ്റ് വെക്കുന്നതുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബ്രോക്കറിൽ നമ്മുടെ ഇതേപോലുള്ള ബേസിക് ഓപ്പറേഷൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏതാണോ നിങ്ങളുടെ ബ്രോക്കർ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.